ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പുറത്തുനിന്ന് സഫാരി മോളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഏട്ടൻ കുറേ മുന്നേ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഫുഡ് അടിപൊളിയായിരുന്നു. ബീഫ് ഫ്രൈയോ അതോ ബീഫ് കറിയോ എന്തോ ആണ് സംഭവം. അപ്പോൾ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. സഫാരി മോളിലെ പത്തായത്തു നിന്നാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം അതിനുവേണ്ടി റെഡിയൊക്കെ ആയി. അവരിന്ന് നേരത്തെ എത്തുന്ന ദിവസമായിരുന്നു. അങ്ങനെ സഫാരി മോളിൽ എത്താനായി. അപ്പോൾ അവിടെ പുറത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഉള്ളിലുള്ള ഫുഡിൻ്റെ ഈ വീഡിയോ. എൻ്റെ അമ്മോ, അത് കാണുമ്പോൾ തന്നെ വായിൽ ഫുള്ള് വെള്ളം വന്ന് ആ ടൈപ്പിലായിട്ട് അവരത് വീഡിയോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അപ്പം മുകളിലാണ് ഫുഡ് സംഭവം ഉള്ളത്. ഫുഡ് ഐറ്റംസൊക്കെ ഉള്ളത് മുകളിലാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും പിന്നെ കുറേ വേറെ ഐറ്റം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളതൊക്കെ നടന്ന് കണ്ടു. കുറച്ച് നേരം കയറി ചെന്നപാടെ ഫുഡ് കഴിക്കാൻ ഇരുന്നില്ല. ഞങ്ങളതൊക്കെ കണ്ടിട്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ നടന്നു. നമ്മൾ പിള്ളേരാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് ഇങ്ങനെ അടച്ചിരിക്കുകയല്ലേ, അപ്പോൾ പുറത്തേക്ക് ഇറക്കാൻ കിട്ടിയ ടൈമിൽ അവർ നന്നായിട്ടത് മുതലാക്കും. അപ്പോൾ ഫുൾ ഓടിക്കളിയും ഇതൊക്കെ ആയിരുന്നു. പിന്നെ റൈഡ്സിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. പിന്നെ അതല്ല, പിള്ളേർക്ക് അങ്ങനത്തെ വാശി ഉണ്ടായിരുന്നില്ല. കയറണം എന്ന് പറഞ്ഞിട്ട് വാശിയൊന്നും പിടിച്ചില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു തട്ടുകട എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് കേട്ടോ. ഒരു ചെറിയൊരു തട്ടുകട പോലെ എടുത്ത്, പക്ഷേ അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി പത്തായത്തിലേക്ക് നോക്കാം. പത്തായത്ത് ഫുള്ള് തിരക്കാണ്. അവിടെ ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഫുൾ അവിടെ ഇതായിട്ടുണ്ട്. പിന്നെ വെയിറ്റ് ചെയ്യാണ് കുറേ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സഫാരി മാളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സഫാരി മാളിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ആശിച്ച് നോറ്റ് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പിന്നെ പാനൂരിലാണ് പോയത്. പാനൂരിൽ അടിപൊളി ഫുഡാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വരവിൽ പാനൂരിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. അപ്പോൾ പാനൂരിൽ എത്തിയത് ഒരു 11:30 ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചാർക്കോളാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തി. ഞങ്ങൾക്ക് കുറേ ടൈം കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം കുടിച്ചു കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്താ പറയുക, പ്ലേറ്റ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇപ്പം കിട്ടും സാധനം എന്ന്. ആ പ്ലേറ്റ് മുന്നിൽ വെച്ചിട്ട് കുറേ സമയം ഇരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് എന്താ പറയുക, ഇതില്ലേ സൂപ്പ് കൊണ്ടുവന്നു. അപ്പോൾ സൂപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കൻ്റെ സൂപ്പായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് കുടിച്ച് കഴിഞ്ഞ് കുറേ സമയം ഇരുന്നപ്പോൾ എന്നിട്ടാണ് ചാർക്കോൾ എത്തിയത്. ഇനി ഇവിടുത്തെ മെനുവിൽ ചില ഐറ്റംസ് കണ്ടിട്ട് ഞങ്ങൾ കുറേ ചിരിച്ചു കേട്ടോ. ആവോലി കുറത്തി, ആവോലി തുള്ളിച്ചത്, മണവാട്ടിക്കോഴി, മണിയറക്കോഴി, ഞങ്ങൾ കുറേ ചിരിച്ചിട്ടോ അവിടെ ഇരുന്നിട്ട്. എന്തൊക്കെ ഐറ്റംസാണ് ഇതെന്നുള്ളത് അറിയില്ലല്ലോ. ഇത് മണിയറക്കോഴി, മണവാട്ടിക്കോഴി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് സംഭവം എന്നൊന്നും അറിയില്ലല്ലോ. അത് ഓരോ പേരിട്ടത് വെച്ച് കണ്ടിട്ട് ഞങ്ങൾക്ക് കുറേ ചിരി വന്നു. അങ്ങനെ സാധനം എത്തി. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ചാർക്കോൾ അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ എരിഞ്ഞിട്ട് പലതും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ തിന്നണമുണ്ട്, പലതും പറയണമുണ്ട്. അപ്പം ആമി എരിഞ്ഞിട്ട് നാട്ടുകാരെ ഓടി വരണേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ ചിരിച്ചത് കേട്ടിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. പിന്നെ എന്താ പറയുക, അപ്പം സമയം ഏകദേശം 1:30 മണിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ തലേ ദിവസം പോയിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ 1:30 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ കുറച്ച് ജീരകവും മറ്റേതൊക്കെ ഉള്ളതല്ലേ അതെടുത്തു പുറത്തിറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ തലേ ദിവസം പോയിട്ട് പിറ്റേ ദിവസം ഫുഡ് കിട്ടിയ കഥ. അപ്പോൾ എന്താ പറയുക, ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.